അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ അരിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ച ഓമയ്ക്ക, അത് തന്നെ നമ്മുടെ പപ്പായ, പപ്പരയ്ക്ക, അങ്ങനെ പല ഭാഷകളിൽ പല നാട്ടിലും അറിയപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ നല്ല പച്ച സാധനമാണ്. അപ്പോൾ നമ്മളിത് അരിഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു മുഴുവൻ എടുത്തിട്ടില്ല, ഒരു മീഡിയം സൈസിൻ്റെ പകുതിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു നമ്മുടെ കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ കഥാപാത്രമായ കൽച്ചട്ടി അവിടെ ചൂടാക്കി അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കടുകെണ്ണ, അതെ നമ്മുടെ എന്താ പറയുന്ന നല്ലെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സാധനം വെച്ചിട്ട് ഒരു അച്ചാറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇത് വെച്ചിട്ട് തോരൻ, മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഒഴിച്ചുകറികളുണ്ട്. അപ്പൊ നമ്മളിന്ന് ചെയ്യുന്നത് അച്ചാറാണ്. അപ്പൊ നമ്മള് അതിന് വേണ്ട കുറച്ച് സാധനങ്ങളോട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വെളുത്തുള്ളി, പിന്നെ നമ്മൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പച്ചമുളക്, പിന്നെ നമ്മുടെ ഇഞ്ചി, ഇതൊക്കെ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇത്ര സാധനമാണ്. അപ്പൊ നമ്മുടെ എണ്ണ ഒന്ന് ഇപ്പൊ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടില്ല, കാരണം ഇതിന്റെ ഭയങ്കര കയ്പായിരിക്കും. അതുകൊണ്ട് 1 ടീസ്പൂൺ ഉലുവയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് ഉലുവയായിട്ടാണ് ചേർത്തിരിക്കുന്നത്, ഉലുവ പൊടിയല്ലേ. അപ്പൊ ഇനി നമുക്ക് കടുക്, നമ്മുടെ ഉലുവ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുകും ഉലുവയും ആദ്യം ഒന്ന് റെഡിയാണ്. സ്ഫോടനത്തിൽ നടന്നിട്ട് നമുക്ക് ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അവര് തമ്മിലൊരു ഫൈറ്റിന്റെ ആവശ്യമില്ല, നമ്മൾ അവരെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ കടുക് ഉലുവ എല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വറ്റലമുളക് മുറിച്ചിട്ട് കൊടുക്കാവേ. ഈ അച്ചാറിന്റെ തിരക്കുന്ന വറ്റലമുളക് സംഭവം സൂപ്പർ സംഭവം. അതിൻ്റെ അകത്തുള്ള നമ്മുടെ ആ പുളിയും കാര്യങ്ങളെല്ലാം കയറി റെഡി ആയി വരുമ്പോഴത്തേക്ക് പുളിയും എരി എല്ലാം കൂടെ വരുമ്പോ തന്നെ അച്ചാറിന്റെ ഒരു രോമാഞ്ചം പരിപാടിയാണ്. എന്തായാലും അത് നമുക്ക് മുറിച്ച് വേണം ഇട്ട് കൊടുക്കാനേ. നമ്മളിവിടെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3 നമ്മള് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം എരിയുള്ള വറ്റൽമുളകാ, എന്നാലും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ വരുമ്പോ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള എരി വരും. പിന്നെ നമ്മള് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. കൂട്ടത്തില് ഇച്ചിരി മൂപ്പുള്ളത് ഇഞ്ചിക്കാണ്. അപ്പൊ ഇതിന്റെ വെള്ളമയം എല്ലാം മാറണം. അപ്പൊ ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചയും പഴുത്തതും കൂടെ കൂട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിട്ട് കൊടുക്കാം. അപ്പൊ ഈ സാധനമൊക്കെ എണ്ണ കിടക്കുന്നുണ്ട്, ഇത്തിരി സൗണ്ട് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ വർത്താനം പറയുന്നത് ചിലപ്പോ നമ്മളപ്പം വേറെ ഉച്ചത്തിൽ വർത്താനം പറയണം. അപ്പൊ ഇനി നമുക്കേ നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ. വെളുത്തുള്ളി നമ്മൾ ഒരു 1.5 തുടം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ വെളുത്തുള്ളി. ചില സമയത്ത് നമുക്ക് തീരെ ചെറിയ വെളുത്തുള്ളി കിട്ടുന്നത്. ഇപ്പൊ ഇപ്പൊ ഉണ്ടല്ലോ വെളുത്തുള്ളിക്ക് അത്യാവശ്യം വില കുറഞ്ഞിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി വില കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴുകി എടുത്തത്. അപ്പൊ അതിന്റെ ചെറിയതായിട്ടൊരു ജലാംശങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ പോയി കിട്ടണം. എന്നിട്ട് വേണം നമ്മുടെ സംഭവം സെറ്റാണ്. ഇപ്പൊ ഇതിന്റെ മണം എന്ന് പറയണല്ലോ, കിടുക്കാറ്റ് മണമാണ്. ഈ ഇത് മൂക്കുന്ന ആ ഒരു മണമില്ലേ, ഇതെല്ലാം കൂടെ സൂപ്പർ മണമാണ്. ഈ സംഭവം ഉണ്ടല്ലോ നമ്മള് വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും കേട്ടോ. നമ്മളിത് ചെയ്ത് നോക്കിയത്. നമ്മള് സാധാരണ ഓമയ്ക്കാന്നൊക്കെ പറയുമ്പോ അതിന്റെ അച്ചാറയ്യേ എന്ന് വെക്കേണ്ട കാര്യമില്ല, കാരണം ഇത് കിടു സാധനം. അപ്പൊ നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുത്ത് അതേലെ എണ്ണമയം കൂടെ വെള്ളമയം കൂടെ പോകണം. കറിവേപ്പിലയൊക്കെ നമ്മൾ നല്ല ലാവിഷായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിലാണ് ആ അച്ചാറിന്റെ ഒരു ടേസ്റ്റ് മാറി. ആ ഒരു ചറവറ സൗണ്ട് മാറിയാൽ മാത്രമേ നമ്മുടെ അച്ചാറ് കേടുകൂടാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം വെള്ളമയം കാണും. ഇത് എത്ര ദിവസം വേണേലും കേടുകൂടാതെ ഇരുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള പൊടികളൊക്കെ ചേർത്ത് പൊടി ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ തീ ഒന്ന് മാക്സിമം കുറയും. കൽച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ചൂടാണ്. ഇപ്പം നമ്മളങ്ങ് ഓഫ് ചെയ്തു. കാര്യം എല്ലാം പൊടി
കരിഞ്ഞു പോലെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മഞ്ഞൾ പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ്. നമ്മുടെ മുളക് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്, നമ്മുടെ പച്ചമുളകും മറ്റേ വറ്റൽമുളകും ഒക്കെ ആയിട്ട് ചേർത്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ 1 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കണം. നമ്മുടെ അച്ചാറിന് ഒരു കളറൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു കാണാനും ഒക്കെ ഒരു ഭംഗി വേണ്ടേ, ലുക്ക് ഉണ്ടെങ്കിലൊക്കെ കഴിക്കാനൊരു രസം വരുള്ളൂ. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുക. അതിനുശേഷം നമുക്ക് അപ്പോൾ ഇനി നമ്മുടെ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചെറിയ വിനാഗിരി മേടിച്ചിട്ടുണ്ട്. അത് അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, കാരണം ഇത് ആ കുറച്ച് ഓമയ്ക്കല്ലേ ഉള്ളൂ. അത് കാരണമാണ് നമ്മൾ വളരെ കുറച്ച് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ അവസാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. കുറവായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓമയ്ക്ക ചേർത്ത് കൊടുക്കാവേ. ഇപ്പം നമ്മൾ തീ നിർത്തിയേക്കുക. ഇനിയിപ്പോൾ ഓമയ്ക്ക ചേർക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് തീ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന്, ഇനി പരിപാടിയൊന്നും അധികം ഇല്ല. ഇത് ഈ ഓമയ്ക്ക അധികം നമ്മൾ വേവിക്കുന്നൊന്നുമില്ല. ഇത് 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അയ്യോ, ഒരു കഷ്ണം അരിയാൻ വിട്ടുപോയി. നമുക്ക് നാളെ തോരൻ വെക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൂട്ടണം. എന്നിട്ടൊന്ന് തീയും കൂടെ ചെയ്യണം. ഇനി നമ്മുടെ കായപ്പൊടി. അതെ, കായപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. അതെ അതെ. നമ്മുടെ സംഭവം സെറ്റായി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പൊ ഇതുണ്ടല്ലോ, ഒരു ദിവസം ഒന്ന് വെളിയിലിരുന്ന് സെറ്റായിട്ട് വേണം. ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണെങ്കിലും വെക്കാനായിട്ട്. ഉപ്പും പുളി എല്ലാം പിടിച്ച് അത് സെറ്റായിട്ടാണ് എടുത്ത് വെക്കാൻ. അല്ല, ഡയറക്റ്റ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാലേ ആ ഒരു ഉപ്പും പുളിയൊന്നും കറക്റ്റ് ആയിട്ട് ആവത്തില്ല. അതാണ് ഒരു ദിവസം വെളിയിലിരുന്ന് സെറ്റാണ്, എന്നിട്ട് വേണം നമുക്ക് എടുത്ത് വെക്കാൻ. അതെ. അപ്പൊ തന്നെ അപ്പം എന്താ പറയുന്നത്, നാളെ തന്നെ നമ്മുടെ പറമ്പിൽ നിന്നൊരു പച്ച സാധനം പറിച്ചിട്ട് അത് പറിച്ചിട്ട് ഇതുപോലെ കുനുകുന അരിഞ്ഞ് ഒരു അച്ചാർ അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. നമ്മുടെ മാങ്ങയൊക്കെ മാറി നിൽക്കും, അതുപോലത്തെ ടേസ്റ്റ്. അച്ചാറിടാനായിട്ട് ഇനിയും വെളിയിൽ പോയി പൈസ കൊടുത്ത് സാധനം ഒന്നും മേടിച്ചിട്ട് കടയിൽ നിന്ന് അച്ചാർ മേടിച്ച് ആരും കഴിക്കരുത്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അതാണ് അതിന്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന സാധനം, അപ്പൊ അത് നമ്മൾ പരിചയപ്പെടുത്തി. അതെ, ഇത് വെച്ച് പല പല സാധനങ്ങൾ ഉണ്ടാക്കുക. ഈ എന്താ പറയുക, ഓമയ്ക്കാക്കി അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇത് നമ്മള് വെറുതെ ഇതെന്തോന്ന് ഓമയ്ക്കല്ലേ എന്ന് പറഞ്ഞ് കളയുന്ന ഒരു സാധനം. പക്ഷെ സാധാരണ നമ്മള് പച്ച എടുത്തു കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ തോരൻ വെക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മെഴുക്കുവരട്ടി എന്തെങ്കിലുമൊക്കെ വെക്കുമായിരിക്കും. പക്ഷെ ഇതൊന്നും ചെയ്ത് നോക്കിയോ, ഗ്യാരണ്ടിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സംഭവം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ നമ്മുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് എഴുതുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് നമ്മൾ ചെയ്യുന്നത് കൊള്ളോ കൊള്ളത്തില്ലയോ എന്നൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ചെയ്തു. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല പറയാനായിട്ട്. അപ്പൊ നമുക്ക് നാളെ വ്യത്യസ്തമായ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.